ഈ സമീപകാലത്ത് കേരളത്തിൽ ഏറ്റവും വലിയ കള്ളത്തരം പറഞ്ഞത് ആരാടോ ഞാൻ ചോദിക്കുന്ന ഇവിടുത്തെ അന്തം കമ്മികളോടാണ്. അന്തം കമ്മികളെ പറയടോ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, ഈ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ കേരളത്തിൽ ഏറ്റവും വലിയ കള്ളത്തരം വിളിച്ചു പറഞ്ഞത് ആരാണ്? നിങ്ങളല്ലേ? വീണ ജോർജ് അല്ലേ? വീണ ജോർജിന്റെ ഗൺമാൻ അല്ലേ? അപ്പം ഗോവിന്ദനല്ലേ? MV ജയരാജനല്ലേ? KK രാഗേഷ് അല്ലേ? ഷംസീർ അല്ലേ? എണ്ണി പറയുകയാണെങ്കിൽ ആരൊക്കെ? 10-30 വീഡിയോ ക്യാമറകൾ അല്ലേ? അത് തന്നെ നിങ്ങൾ അനുകൂലിക്കുന്ന, CPM-നെ അനുകൂലിക്കുന്ന കൈരളി റിപ്പോർട്ടർ പോലുള്ള മാധ്യമങ്ങൾ, അവരുടെയൊക്കെ ക്യാമറകൾ, സ്റ്റിൽ ക്യാമറകൾ, വീഡിയോ ക്യാമറകൾ, റെയിൽവേ സ്റ്റേഷനിലെ CCTV ക്യാമറകൾ, ഇവിടെയും കണ്ടില്ല, ആരും കണ്ടില്ല, ഞാനേ കണ്ടുള്ളൂ എന്നാണ് MV ജയരാജൻ പറയുന്നത്, അല്ലെങ്കിൽ ഗൺമാൻ പറയുന്നത്. വീണ ജോർജിനെ ആക്രമിച്ചത്രേ. വീണ ജോർജിൽ നിന്ന് വളരെ അകലെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു 4 ചെറുപ്പക്കാർ കരിങ്കൊടി വീശിയപ്പോഴത്തേക്ക് വീണ ജോർജിന്റെ കഴുത്തിനാരോ ആയുധം കൊണ്ട്, അതാണ് ഏറ്റവും വലിയ രസം, ആയുധം കൊണ്ട്. ഏതായുധടോ? ആയുധത്തിന് പേരില്ല. ആയുധം വേണ്ടേ പേരുണ്ടാവാൻ? ഇപ്പൊ ഏറ്റവും അവസാനം പറയുന്നത് എന്തൊരു ചെറിയ ആയുധമാണ്. ചെറിയ ആയുധം മൈദീര ചെറിയ സ്പാനർ എടുക്കുക എന്ന് കുട്ടിയോടൊപ്പം പറഞ്ഞ പോലെ ചെറിയ ആയുധം. അതുകൊണ്ട് ഇടിച്ചത്രേ. വീണ ജോർജ് പോലും പറയുന്നില്ല. വീണ ജോർജ് അതിനുശേഷം അഭിലാഷ് മോഹനും, മാതൃഭൂമിയുടെ അഭിലാഷ് മോഹനും, അത് കഴിഞ്ഞ് വാർത്താ മാധ്യമങ്ങൾക്കൊക്കെ അവർ ഇന്റർവ്യൂ കൊടുക്കുകയുണ്ടായി. അതിൽ അവർ പറയുന്നില്ല എന്റെ കഴുത്തിന് ആരോ ആക്രമിച്ചു എന്ന് അവർ പറയുന്നില്ല. അവിടെ എന്റെ നേരത്തെ തള്ളിക്കേറി വന്നു, ഒരാൾ എന്റെ അടുത്തെത്തി, അപ്പോൾ എന്റെ കഴുത്തിന് വേദന തുടങ്ങി. അങ്ങനെ വീണ ജോർജ് പറയുന്നുള്ളൂ. കാരണം കള്ളം പറയുന്നതിന് ഒരു ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുന്നതിന് ചില്ലറ തൊലിക്കട്ടി ഒന്നും പോരല്ലോ. അപ്പൊ വീണ ജോർജ് എന്റെ കഴുത്തിന് ഒരാൾ ഇടിച്ചു കുത്തി എന്നൊന്നും വീണ ജോർജ് പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷെ കഴുത്ത് വേദനിച്ചു. പക്ഷെ ഗൺമാൻ എന്താ പറഞ്ഞത്? തൊട്ടടുത്തിട്ടില്ല. ഗൺമാൻ എന്താ പറഞ്ഞത്? മന്ത്രിയെ ആയുധം കൊണ്ട് ആക്രമിച്ചു. MV ജയരാജൻ എന്താ പറഞ്ഞത്? കൊല്ലാൻ നോക്കി. KK രാഗേഷ് എന്താ പറഞ്ഞത്? കൊല്ലാൻ നോക്കി. ഗറില്ലാക്രമണം അല്ലേ? ചാടി വീഴുകയായിരുന്നു. കഴുത്ത് പിടിച്ചൊടിച്ചു, തിരിച്ചു, വളച്ചു, മടക്കി. ഗോവിന്ദൻ പറഞ്ഞു. കേട്ടില്ലേ? എടോ, ഇതൊക്കെ അല്ലോ കള്ളത്തരം. കേരളത്തിലെ ഏറ്റവും വലിയ നുണ ഇതായിരുന്നില്ലേ? ഇപ്പോഴും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? ഏറ്റവും അവസാനം MV ജയരാജൻ എന്ന് പറയുന്ന ശുംഭൻ. എന്താണ് അയാൾ എന്താ വിളിക്കേണ്ടത്? ശുംഭൻ. ജഡ്ജിമാരെ വിളിച്ചതാണ്. ജഡ്ജിമാരെ ഈ പറയുന്ന മുതലാ വിളിച്ചത് ശുംഭൻ. ഇയാളെ ശുംഭനല്ല, ഇയാളെ പരനാറി എന്ന് വിളിക്കണം അല്ലേ? ഇയാൾ പരനാറിയാണ്, നികൃഷ്ട ജീവിയാണ്. പരനാറി, നികൃഷ്ട ജീവി, കുലംകുത്തി, വെറുക്കപ്പെട്ടവൻ. ആര്? MV ജയരാജൻ. ഇതൊന്നും എന്റെ വാക്കുകളല്ല കേട്ടോ. ഇതൊക്കെ നമ്മുടെ കാരണബോധത്തിന്റെ മിസ്റ്റർ കാരണബോധം കേരളത്തിന് സമ്മാനിച്ച വാക്കുകളാണ് കേട്ടോ. പദപ്രയോഗങ്ങളാണ്. അതൊക്കെ നമ്മൾ വിളിക്കണം MV ജയരാജന്റെ മുഖത്ത് നോക്കിയിട്ട്. വെറുക്കപ്പെട്ടവൻ, ഊള. ഇയാൾ എന്താ പറഞ്ഞത്? ഇയാൾ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയിട്ടേ ഇയാളുടെ മോണോ ആക്ട് ആരുടെ? MV ജയരാജന്റെ. കണ്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ഇങ്ങനെ പാറിപ്പറക്കുന്നുണ്ട്. ഇയാളുടെ ചന്തി കാണിക്കുന്നു. ഇയാളുടെ ചന്തി കാണിച്ചു കൊടുക്കുകയാണ് പത്രലേഖകർക്ക്. കണ്ടില്ലേ എന്റെ മനോഹരമായ ആസനം, നോക്കട എന്ന് പറയുകയാണ് ഇയാള്. ഉളുപ്പില്ലാത്തവൻ. ഇയാള് അവതരിപ്പിക്കുകയായിരുന്നു. അതായത് വീണ ജോർജ് ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു അത്രേ. വീണ ജോർജ് നടന്നു പോകുമ്പോ വീണ ജോർജ് തിരിഞ്ഞു നിന്നു. എന്തിനു തിരിഞ്ഞു നിന്നു? ഒരു സ്ത്രീ നടന്നു പോകുമ്പോൾ. ഇത് MV ജയരാജന്റെ ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസുമാണ് കേട്ടോ. വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തിന്റെ വിജ്ഞാന ശാഖയാണ് കേട്ടോ. അപ്പം ഗോവിന്ദനേക്കാൾ സൈദ്ധാന്തിക വിജ്ഞാനമാണ് ഈ ചുംബൻ വിളമ്പുന്നത്. പത്രക്കാരോട് പറയുകയാണ് വീണ ജോർജ് ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. നിങ്ങൾ കണ്ടില്ലേ? വീണ ജോർജ് തിരിഞ്ഞു നിന്നു. ഒരു സ്ത്രീ നടന്നു പോകുമ്പോൾ അവളുടെ ശരീരത്തിൽ തൊടാതെ അവൾ എപ്പോഴെങ്കിലും തിരിഞ്ഞു നിൽക്കുമോ? ഇയാളുടെ തിയറിയാണ്. ഒരു സ്ത്രീ നടന്നു പോകുമ്പോ ആ സ്ത്രീയെ നിങ്ങൾ ഹലോ എന്ന് പറഞ്ഞാൽ സ്ത്രീ തിരിഞ്ഞു നോക്കില്ല. ഏയ് പറഞ്ഞാൽ തിരിഞ്ഞു നോക്കില്ല. ചേച്ചി എന്ന് വിളിച്ചാൽ തിരിഞ്ഞു നോക്കില്ല. പിന്നിൽ വലിയൊരു ബഹളം കേൾക്കുന്നു, സ്ത്രീ തിരിഞ്ഞു നോക്കില്ല. പിന്നിൽ വെടിപൊട്ടുന്നു, സ്ത്രീ തിരിഞ്ഞു നോക്കില്ല. പിന്നിൽ ആരോ പരിഹസിച്ചിരിക്കുന്നു, സ്ത്രീ തിരിഞ്ഞു നോക്കില്ല. സ്ത്രീ തിരിഞ്ഞു നോക്കണമെങ്കിൽ അവളുടെ ശരീരത്തിൽ തൊടണമത്രേ. ഇതാണ് MV ജയരാജന്റെ തിയറി. എന്ന് പറഞ്ഞാൽ പറഞ്ഞു നാണം കെട്ടിട്ട് ഒരു തെളിവുമില്ലാതിരുന്നപ്പോൾ അവസാനം കൊണ്ടുവരുന്ന ഒരു തിയറിയാണ് MV ജയരാജൻ. വീണ ജോർജിനെ ഈ പറയുന്ന KSUവിന്റെ ചാവേറുകൾ, അങ്ങനെ പറയുക, KSUവിന്റെ ചാവേറുകൾ വീണ ജോർജിനെ ആക്രമിച്ചു.
എന്റെ ജയരാജ അതിന് ഒരു TV ദൃശ്യങ്ങളും ഇല്ലല്ലോ, അല്ലെങ്കിൽ ഒരു ക്യാമറ ദൃശ്യങ്ങളും ഇല്ലല്ലോ എന്ന് പറയുമ്പോ പറയും അതൊന്നും നിങ്ങൾ നോക്കണ്ട. ആ വീണ ജോർജ് തിരിഞ്ഞു നിന്നില്ലേ, അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? അവരെ തൊട്ടു, എന്നിട്ട് മൂപ്പര് പത്രലേഖകർക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ നിൽക്കേനു. അപ്പോഴാണ് അവിടെ എന്തോ ശബ്ദം ഞാൻ പറഞ്ഞു പോവുകയാണ്. ശബ്ദം കേട്ടാലാണല്ലോ നമ്മൾ തിരിഞ്ഞു നോക്കുക. ഇത് വളരെ സ്വാഭാവികമാണ്. പക്ഷേ ജയരാജൻ പറയുന്നത് അതല്ല. വീണ ജോർജ് തിരിഞ്ഞു നോക്കി, കാരണം ശരീരത്തിൽ ആരോ തൊട്ടു. എന്നിട്ട് മൂപ്പരുടെ ആസനം കാണിച്ചു കൊടുക്കുകയാണ്. ഹിമാതിരി ശുംഭന്മാരുടെ പാർട്ടി. എനിക്ക് മനസ്സിലാവാത്ത എന്താന്ന് വെച്ചാലേ, ഇവരൊക്കെ ഇമാതിരി തോന്നിയാസങ്ങളും ഈ കെട്ട കാര്യങ്ങളും നെറികേട്ടുകളൊക്കെ ഈ നേതാക്കന്മാരെ കളിക്കട്ടെ. ഈ അണികളുണ്ടല്ലോ, നിങ്ങൾ എന്തിനാണിടോ ഇവരുടെ അമേദ്യം തിന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുന്നത്? അന്തം കമ്മികളെ, ഉളുപ്പുണ്ടോ? ഞങ്ങൾ CPM-കാരാണെന്ന് പറയാൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ അത്ര മോശം പാർട്ടി എന്നല്ല, പക്ഷെ ഇമാതിരി തീട്ടം തിന്നുന്ന നേതാക്കന്മാർ അല്ലേ, അത് തിന്നുന്ന അണികൾ. OV വിജയന്റെ ധർമ്മപുരാണൊക്കെ ഇപ്പൊ എടുത്ത് വായിക്കണം കേട്ടോ. വിജയനൊക്കെ എത്രയോ വർഷം മുമ്പ് പറഞ്ഞതാണ്. അങ്ങനെ ദേശാഭിമാനിയുടെ അവസാന പുറത്ത് നുണകൾ ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് എന്നാണ് തലക്കെട്ട്. ഇനി ഏറ്റവും വലിയ രസം, ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ നുണകൾ നമുക്കൊന്ന് നോക്കാം. VD സതീശൻ ഇന്നലെ, അപ്പം ലോക നുണയന്മാര് CPM-കാരാണ് എന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞു. ഇനി ഇവര് പറയുന്ന VD സതീശന്റെ ഇന്നലത്തെ നുണകൾ എന്താണ്? ഇതാ ഇവര് എഴുതിയിരിക്കുകയാണ്. ഇവര് പറയുന്നത് ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ നുണകൾ കേട്ടോ. ചൂരൽമല ടൗൺഷിപ്പ് നിർമ്മാണത്തിൽ വീണ്ടും നുണയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പുതുയുഗ യാത്രയുടെ ഭാഗമായി കൊല്ലത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പ്രതിപക്ഷ നേതാവ് അസത്യം ആവർത്തിച്ചത്. കേൾക്കുക കേട്ടോ. ഒന്നാമത്തെ VD സതീശന്റെ കള്ളം, ഒന്നാമത്തെ VD സതീശന്റെ കള്ളം എന്ന് ദേശാഭിമാനി പറയുന്ന ആ കാര്യം ഇതാണ്. സർക്കാർ സ്ഥലം തരുമെന്ന് കരുതി 1 വർഷം കാത്തിരുന്നു, തരില്ലെന്ന് കണ്ടപ്പോഴാണ് സ്ഥലം തേടിപ്പോയത്. അതായത് കോൺഗ്രസ്സുകാര് എന്തേ വീട് നിർമ്മിക്കാൻ വൈകി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സർക്കാർ സ്ഥലം തരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു, കിട്ടിയില്ല, അതിനുശേഷം ഞങ്ങൾ കാത്തിരുന്നു, അങ്ങനെയാണ് ഞങ്ങൾ വൈകിപ്പോയത്. ശരിയല്ലേടോ CPM-കാരെ? നിങ്ങൾ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു വ്യക്തത വരുത്തിയിരുന്നോ? ഈ ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ എത്ര ആൾക്കാരാണ് സഹായങ്ങൾ വാഗ്ദാനം ചെയ്തത്? നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ മതി കേട്ടോ. ഇപ്പോൾ ആകെ നിങ്ങൾ 400 ചില വീടുകളല്ലേ കെട്ടിക്കിടക്കുന്നത്. 100 വീടുകൾ കർണാടക സർക്കാർ, 100 വീടുകൾ KPCC, 100 വീടുകൾ KCBC, എണ്ണിയാൽ ഒരു 1500 വീടുകൾ, 1500ഓളം വീടുകൾ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഇവിടുത്തെ രാഷ്ട്രീയ സന്നദ്ധ സംഘടനകളൊക്കെ പറഞ്ഞു അല്ലേ. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഏതാണ്ട് 1500 ആയപ്പോൾ ഞാൻ നിർത്തിയതാണ്. അന്നത്തെ കാലത്ത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, ഈ ദുരന്തത്തിന് ശേഷം വരുന്ന പത്രങ്ങളിലൊക്കെ ഓരോ സംഘടനയും ഓരോ രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെ പറയുകയാണ്, ഞങ്ങളിതാ 100 വീട് 50 വീട് 25 വീട്, അവസാനം 1500ഓളം വീടുകൾ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറയുന്ന വാഗ്ദാനം കിട്ടി. അപ്പോൾ എന്താണ് പിണറായി എന്ന് പറയുന്ന ഡാഷ് 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 നിങ്ങൾക്ക് പൂരിപ്പിക്കാം. നിങ്ങളുടെ സഹായമൊന്നും വേണ്ട, ഞങ്ങൾ കൊടുത്തോളാം, വേണമെങ്കിൽ ആ പൈസ ഇങ്ങോട്ട് തന്നേക്കൂ, വേണമെങ്കിൽ ആ പൈസ ഇങ്ങോട്ടേക്ക് തന്നോക്കൂ, ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം. അതായത് 10 ലക്ഷം കൊണ്ട് തീരാവുന്ന ഒരു വീട് 30 ലക്ഷം ബഡ്ജറ്റ് ഇട്ടിട്ട് നിങ്ങൾ തരൂ, ഒരു 30 ലക്ഷം ഇങ്ങോട്ട് തന്നാൽ ഞങ്ങൾ 10 ലക്ഷം കൊണ്ട് വീടുണ്ടാക്കി കൊടുക്കാം, 20 ലക്ഷം ഞങ്ങൾക്ക് പുട്ടടിക്കാൻ വേണമെന്ന് പറയാതെ പറഞ്ഞ ആനക്കള്ളനാണ് അല്ലേ. ആരും കൊടുക്കോ? അവസാനം ഈ പറഞ്ഞ ആൾക്കാർ ഞങ്ങൾ വീടുണ്ടാക്കി കൊടുത്തോളാം പറഞ്ഞു. വീടുണ്ടാക്കി ഞങ്ങൾ കൊടുത്തോളാം, നിങ്ങൾ സ്ഥലം തന്നാൽ മതി. സ്ഥലം സർക്കാരിന്റെ അടുത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ, സർക്കാരിന്റെ സ്ഥലങ്ങളുണ്ട്, നിങ്ങൾ കുറച്ച് സ്ഥലം താ, ഞങ്ങൾ വീടുണ്ടാക്കി കൊടുക്കാം. കോൺഗ്രസ് പറഞ്ഞു, ലീഗ് പറഞ്ഞു, എല്ലാവരും പറഞ്ഞു, കൊടുത്തില്ല. അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കണ്ട, ഞങ്ങൾ ഉണ്ടാക്കും. എന്തിനുണ്ടാക്കും? ഞങ്ങൾക്ക് വോട്ട് വേണം, ഇലക്ഷൻ അടുക്കുമ്പോൾ ഞങ്ങൾ ഇവർക്ക് വീട് കൊടുക്കും. അപ്പൊ എല്ലാവരും വിചാരിക്കും ഞങ്ങളെന്തോ എന്താ പറയാ കാരുണ്യ പ്രവർത്തകരാണ്. സതീശൻ 100% സത്യമാണ് പറഞ്ഞത്. എന്നിട്ട് പറയാണ് അത് കള്ളത്തരാണ് അത്രേ. ഇനി വേറൊന്ന് രാഹുൽ ഗാന്ധി ഇടപെട്ട് 100 കോടി രൂപ കർണാടക സർക്കാരിൽ നിന്ന് വീട് നിർമ്മാണത്തിന് ലഭ്യമാക്കിയെന്നും സർക്കാർ വീട് നൽകും മുമ്പ് മുസ്ലിം ലീഗ് 52 വീട് കൊടുത്തെന്നും പറഞ്ഞു. ശരിയല്ലോ? സർക്കാർ വീട്
വീടിന്റെ ഈ താക്കോല് കൊടുക്കുന്നതിന് മുമ്പ് വീട് കൊടുത്തില്ല കേട്ടോ, വീടിന്റെ താക്കോലേ കൊടുത്തിട്ടുള്ളൂ. താക്കോലും കൊണ്ടിട്ട് ആൾക്കാർക്ക് പോകാം, വീട്ടിൽ കയറി താമസിക്കാനൊന്നും പറ്റില്ല. അതിന് 2 മാസം കഴിയുന്ന പറയുന്നത്. 2 മാസം എന്നുള്ള ചിലപ്പോൾ 2 കൊല്ലം കഴിഞ്ഞേക്കാം. ഇവരാണെങ്കിൽ കേട്ടോ ഭരണത്തിൽ കയറുന്നത് വല്ല കഷ്ടകാലത്തിന് വീണ്ടും ഈ കരിമ്പൂതല്ല കാരണഭൂതം, കാരണഭൂതവും ടീമും ആണെങ്കിൽ 2 അല്ല അടുത്ത ഇലക്ഷന് അല്ലേ 2026 കഴിഞ്ഞ് 2031 ഇലക്ഷന്റെ മുമ്പ് ചിലപ്പോൾ ഇവർക്ക് വീട് കിട്ടിയേക്കും. കാരണം ഇവർക്കൊക്കെ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, വോട്ട് കിട്ടണം. മുസ്ലിം ലീഗ് 51 വീട് കൊടുത്തു അല്ലേ, മുസ്ലിം ലീഗ് 51 വീട് കൊടുത്താൽ കള്ളത്തരാണ്. മുസ്ലിം ലീഗ് 51 വീട് കൊടുത്തത് കള്ളത്തരമാണ്. അതാണ് സതീശന്റെ കള്ളത്തരം. ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? ഉളുപ്പുണ്ടോ? പോയി ചത്തുവിടോ മിനിമം. അല്ല വേറെ നിങ്ങൾക്ക് എന്താ മറുപടി പറ. മുസ്ലിം ലീഗ് 51 വീടുണ്ടാക്കി കൊടുത്തിട്ട് അത് സതീശൻ പറയുന്ന കള്ളത്തരാണ്. ഇനിയുണ്ട്. ടി സിദ്ദീഖിനെതിരെ പ്രദേശവാസികൾ കൂകിയത് മുഖ്യമന്ത്രി കേട്ടു നിന്നു എന്നും അടുത്ത കള്ളത്തരം. സതീശൻ കള്ളത്തരാണ് പറയുന്നത്. ടി സിദ്ദീഖ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂകിയില്ലടോ നിങ്ങളുടെ അന്തംകമ്മികൾ? മുഖ്യമന്ത്രി മിണ്ടാതിരുന്നില്ലേ? ഇമാതിരി കൂകലും ഇമാതിരി ഒച്ചപ്പാടും ഒക്കെ കേൾക്കുമ്പോ മൈക്കിനടുത്തേക്ക് വന്നുകൊണ്ട് കുടിച്ച കള്ള് വയറ്റിനുള്ളിൽ വെച്ചാൽ മതി എന്നൊക്കെ കോട്ടയത്ത് വിളിച്ചു പറഞ്ഞ് നമ്മൾ കേട്ടതല്ലേ? സ്വന്തം പാർട്ടിക്കാര് VS വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിച്ചപ്പോഴും VS വേണ്ടിയിട്ട് തുള്ളിയപ്പോഴും ഈ പറയുന്ന നൃശംസം പറഞ്ഞത് എന്താണ്? കുടിച്ച കള്ള് പള്ളിയിൽ വെച്ചാൽ മതി, നിങ്ങൾ അങ്ങനെ തുള്ളിക്കളിക്കണ്ട എന്ന് പറഞ്ഞ മുതലല്ലേ? എണീറ്റ് നിന്ന് പറയായിരുന്നില്ലേ? ആരും കൂകരുത് എന്ന് കാരണഭൂതത്തിനെ പറയായിരുന്നില്ലേ? പറഞ്ഞില്ലല്ലോ. അപ്പൊ സതീശൻ പറഞ്ഞതാണോ തകരാറ്? ടി സിദ്ദീഖ് പ്രസംഗിക്കുമ്പോൾ കൂകിയത് നിങ്ങളൊക്കെ കേട്ടില്ലേ? മുഖ്യമന്ത്രി മിണ്ടിയില്ല എന്ന് പറയുമ്പോൾ എന്നിട്ട് പറയണം സതീശൻ പറയുന്നത് കള്ളത്തരാണ്. ഇതാ വീണ്ടും കല്ലിട്ട് പോകുന്നത് മാത്രമല്ല ഞങ്ങളുടെ പണി എന്ന് പറഞ്ഞ മന്ത്രി കെ രാജൻ ഔദ്യോഗിക പരിപാടിയുടെ അന്തസ് മനസ്സിലാക്കണമെന്നും സതീശൻ പറഞ്ഞു. ശരിയല്ലടോ? റവന്യൂ മന്ത്രി രാജനാണ് ആ സമ്മേളനത്തിൽ അല്ലെങ്കിൽ ആ ചടങ്ങിൽ പറഞ്ഞത് കല്ലിട്ട് പോകുന്ന പരിപാടി ഞങ്ങൾക്കില്ലാന്ന്. അങ്ങനെ പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? അങ്ങനെ പറഞ്ഞില്ലേ? രാജൻ പറഞ്ഞില്ലേ കല്ലിട്ട് പോകുന്ന പരിപാടി ഞങ്ങൾക്കില്ലാന്ന്? ഇവന്റെ വർത്താനം കേട്ടായിരിക്കും രാജന്റെ മറ്റേ ഭാര്യ വിട്ടുന്നോ അല്ലെങ്കിൽ തറവാട്ടുന്നോ കൊണ്ടുവന്നിട്ടാണ് ഈ വീടൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന്. ഇവരുടെ വർത്താനം കേട്ടാൽ എങ്ങനെയാണ് ഈ വീടൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്? തായ്ക്കണ്ടി തറവാട്ടുന്ന്, മരുവാന്റെ തറവാട്ടുന്ന്, രാജന്റെ തറവാട്ടുന്ന്, കേളുവിന്റെ തറവാട്ടുന്ന് ആ പൈസ എടുത്തിട്ടാണ് വീടുണ്ടാക്കുന്നതെന്നാണ് ഇവരുടെയൊക്കെ വിചാരം. എന്നിട്ട് പറയാണ് കല്ലിടൽ മാത്രമല്ല ഞങ്ങൾ കല്ലിന്റെ മേലെ കല്ലിന്റെ മേലെ കല്ല് വെക്കാൻ പണം തന്നത് ഇവിടുത്തെ സാധാരണക്കാരാടോ? ഇവിടുത്തെ കോൺഗ്രസ്സുകാരുണ്ടോ? ഇവിടുത്തെ ലീഗുകാരുണ്ടോ? ഇവിടുത്തെ BJP-കാരുണ്ടോ? ഇവിടുത്തെ ജനങ്ങളാടോ? രാഷ്ട്രീയ മതഭേദമന്യേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം കൊടുത്തത് ഇവരൊക്കെ ആണോ? അല്ല നിങ്ങളല്ല. നിങ്ങളൊന്നും ഒരു പൈസ പോലും കൊടുത്തിട്ടില്ലടോ, ഒരു പൈസ പോലും കൊടുത്തിട്ടില്ല. എന്നിട്ട് നിങ്ങൾ പറയുന്ന ആനക്കള്ളം അല്ലേ? എന്നിട്ട് സതീശൻ പറയുന്നത് നുണയാണ് എന്ന്. ഇങ്ങനെ എഴുതാൻ ലോകത്തൊരു പത്രമേ ഉള്ളൂ, അത് ദേശാഭിമാനിയാണ്. നുണകൾ ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ്. ഞാനിപ്പോ വായിച്ച 6 പോയിന്റുകൾ, ഈ 6ഉം പച്ച പരമാർത്ഥമാണെന്ന് നിങ്ങൾക്കറിയാം. ഇതിലെവിടെയാണോ കള്ളം? എന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ സതീശന്റെ നുണകളാണ് എന്ന്. ഇതൊക്കെ കാണുന്നുണ്ടോ? ഇതൊക്കെ കണ്ണ് തുറന്ന് കാണുന്നുണ്ട് ഇവിടുത്തെ ജനങ്ങൾ കേട്ടോ. അവരുണ്ടല്ലോ, അവര് നിങ്ങൾക്ക് ഇതിന്റെ മറുപടി തരും കേട്ടോ. മറുപടി തരും, കാത്തിരുന്നു കേട്ടോ. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.